പ്രസാദും ആർ റോഷിവാലുമാണ് CPIM-ന്റെയും കോൺഗ്രസിന്റെയും നിലപാടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. ആദ്യം TV പ്രസാദിലേക്ക്. പ്രസാദ്, തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ കരുതലോടെയുള്ള പ്രതികരണമാണ് CPIM നേതാക്കൾ ഇന്ന് നടത്തുന്നതല്ലേ? കോടതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ, നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ എന്നല്ലേ എല്ലാവരും പറയുന്നത്? അതിനപ്പുറം എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ? റോഷ്നി, അതിനപ്പുറമൊന്നും പറയാൻ CPIM-ന് ഇപ്പോൾ കഴിയില്ല എന്നുള്ളതാണ്. കാരണം തന്ത്രി അറസ്റ്റിലായതിന് പിന്നാലെ അങ്ങനെ ഒരു പ്രതികരണം കാര്യമായി CPIM നേതാക്കൾ നടത്തിയാൽ അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാവുക CPIM-നാണ് എന്നുള്ളതാണ്. കാരണം ഇതിനെല്ലാം നേതൃത്വം നൽകിയ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമായ A. പത്മകുമാർ, CPIM-ന്റെ സന്തത സഹചാരിയായ CPM നേതാവായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് N. വാസു അടക്കമുള്ളവർ ജയിലിൽ കഴിയുമ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു എന്നുള്ളതുകൊണ്ട് തന്ത്രിക്കെതിരായി മാത്രം പ്രസ്താവന നടത്തിക്കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകും എന്ന വിലയിരുത്തൽ കൂടിയാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് CPIM നേതാക്കൾ കടക്കുന്നത്. ഇപ്പോൾ അന്വേഷണം നന്നായി നടക്കുന്നു, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മന്ത്രിമാരും അതുപോലെ തന്നെ CPM നേതാക്കളും ഒഴിഞ്ഞു പോകുന്നത് എന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ CPIM-നെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും മറുപടി പറയാൻ പറ്റാത്ത ഒരു പ്രശ്നമുള്ളത്, വളരെ നന്നായി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് മുഖ്യമന്ത്രി അടക്കം പറയുമ്പോഴും അങ്ങനെ നല്ല രീതിയിലാണ് അന്വേഷണമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നല്ല രീതിയിൽ അന്വേഷണം നടത്തി ജയിലിലാക്കിയ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത് എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് CPIM നേതൃത്വവും സർക്കാരും മുഖ്യമന്ത്രിയും. അതിന് മറുപടി പറയാനും ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തന്ത്രി പോറ്റിയുമായി ചേർന്ന് നടത്തിയ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായി നടത്തിയ ആ ഇടപാടുകൾ തുറന്നു പറയാൻ പോലും പറ്റാത്ത വിധമുള്ള ഒരു പ്രതിസന്ധി അത് CPIM-നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് പറയുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇനിയിപ്പോൾ LDF സർക്കാരല്ല ഭരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യില്ല എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇഷ്ടംപോലെ വരുന്നുമുണ്ട്. അതിനോടൊന്നും ഭരണ നേതൃത്വമോ അതല്ലെങ്കിൽ CPIM-ഓ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് തന്ത്രിക്കെതിരായ നിലപാട് ഉയർത്തുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. റോഷ്നി, അതാണ് പ്രസാദ് അവസാനം പറഞ്ഞതുപോലെ MV ഗോവിന്ദന്റെ പ്രതികരണത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. നിലവിൽ പ്രതികരിച്ചവരാരും അങ്ങനെ ഉയർന്ന വിമർശനങ്ങളെ പോലും പ്രതിരോധിക്കാൻ നിന്നിട്ടില്ല. ഒക്കെ കോടതിയിൽ നടക്കട്ടെ എന്നാണ് പറയുന്നത്. കോൺഗ്രസ് നിലപാട് നോക്കാം. ആർ റോഷിവാൽ ചേരുന്നു. റോഷിവാൽ, തന്ത്രിയെ ചാരി മന്ത്രി രക്ഷപ്പെടുമെന്ന ആ ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. എന്നാൽ BJP ചെയ്യുന്നത് പോലെ അറസ്റ്റിനെ നേരിട്ട് ചോദ്യം ചെയ്യുന്നുമില്ല. റോഷ്നി, കോൺഗ്രസ് ഇക്കാര്യത്തിൽ കൃത്യമായി ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ തന്ത്രിയിൽ ഇത് ഒതുക്കാനുള്ള നീക്കം നടക്കുന്നതിനെതിരെയാണ് കോൺഗ്രസിന്റെ ശക്തമായ നിലപാട്. കാരണം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായ പങ്കുണ്ടെന്ന വിമർശനം, അങ്ങനെ ഒരു ആരോപണം ആദ്യം മുതൽ തന്നെ കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി നിയമസഭാ സമ്മേളനമൊക്കെ വരികയാണ്. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാക്കി മാറ്റുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമലയിൽ വലിയ രീതിയിലുള്ള കൊള്ള നടന്നു. മാത്രവുമല്ല, ഈ മറ്റു ക്ഷേത്രങ്ങളിലടക്കം കൊള്ള നടന്നു എന്ന സംശയവും കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തന്ത്രിയുടെ അറസ്റ്റിൽ തന്ത്രപരമായ നിലപാട് സ്വീകരിക്കുകയാണ്. ആ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു പ്രതികരണം നടത്തുന്നില്ല. അതേസമയം തന്നെ മന്ത്രിയെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്ന നിലപാടിലേക്ക് കോൺഗ്രസും എത്തുന്നു. ഏതായാലും വലിയ വാക്പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഏതായാലും ഈ തന്ത്രിയിൽ നിർത്താനുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന സംശയം, അന്വേഷണം അവിടെ അവസാനിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന സംശയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുകയും കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഈ കേസിൽ പ്രതിയാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഒരുപക്ഷെ CPM-ന് LDF-ന് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഒത്തുകളി നടക്കുന്നു എന്ന രീതിയിലുള്ള സംശയം UDF ഉയർത്തുന്നു. ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിലേക്ക് അസോസിയേഷനുമായി ബന്ധപ്പെട്ട 2 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം അട്ടിമറിക്കാനടക്കം ശ്രമം നടക്കുന്നു എന്ന പരാതിയും UDF നേതൃത്വം ഉയർത്തുന്നുണ്ട്. ഏതായാലും ഇനി സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ സഭയിലും ഈ വിഷയം ആളിക്കത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, തന്ത്രിയുടെ അറസ്റ്റിനെ ചൊല്ലിയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ കേസിൽ ED-യുടെ നീക്കങ്ങൾ എന്താണെന്ന് കൂടി അറിയണം.